കൂട്ടുകാരെ, ഉൾക്കാട്ടിനകത്ത് ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലുള്ളവർ എന്തോ ഒരു കാര്യത്തിലായിരിക്കും ആവലാതിപ്പെട്ട് നടക്കുക. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്തോ ഒരു ടെൻഷനിൽ അവിടെ ഉള്ളവർ മൊത്തം. എന്തായാലും എന്തോ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മിണിയും കുട്ടുമോനും ഒക്കെ ഇവിടെ എത്തുന്നത്. മോളെ, ഈ ഏരിയ തന്നെ ആണോ? നിനക്ക് ഉറപ്പുണ്ടോ? ആ വില്ലേജിൽ തന്നെ അല്ലേ? ഒരു റൂറൽ ഏരിയ എന്നാണ് അയാൾ പറഞ്ഞത്. ഇവിടെ പൊതുവായിട്ടുള്ള ഒരു പരിപാടിയാ. ഇങ്ങനെ പിള്ളേരെ ദൂരെ അവിടെ ഇവിടുന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കാന്നുള്ളത്. എന്തായാലും എന്റെ കൂട്ടുകാരി രേഷ്മയും വീട് കൂട്ടുകാരി മീനെ ഇവിടെ തന്നെ ഉണ്ട്. ആ പിള്ളേർ അച്ഛനും അമ്മയും പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതുകൊണ്ടല്ലേ നമ്മൾ നേരിട്ടിറങ്ങിയത്. ഇപ്പോൾ ആ പിള്ളേരുടെ അച്ഛനും അമ്മയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ നേരിട്ടിറങ്ങിയത്. എന്തായാലും ഈ ഒരു റൂറൽ ഏരിയയിലെങ്കിലേ ആകപ്പാടെ എന്തോ ഒരു അവലക്ഷണം കണ്ടിട്ട് തന്നെ ഇത് ആരും ഈ പിള്ളേർ പിടിച്ചോണ്ട് വരുന്ന അറിയത്തില്ല. നമുക്ക് ഈ നാട്ടിലുള്ള ആരുടെങ്കിലും ചോദിച്ചു നോക്കാം. ശ്രദ്ധിച്ചതേ ഒരു അമ്മാവും വരുന്നത്, അയാളോട് ചോദിച്ചു നോക്കാം നമുക്ക്. അല്ല, നിങ്ങൾ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. ഈ നാട്ടിൽ ആദ്യമായിട്ടാണോ? ചേട്ടൻ ഞങ്ങൾക്ക് അതിന് ഒരു ഹെൽപ്പ് ചെയ്ത് തരണം. ഞങ്ങൾ അതിന് ദൂരെ നിന്ന് വരുക. ദൂരെന്ന് വെച്ചാൽ ഒരുപാട് ദൂരെ നിന്ന് വരുക. ഞങ്ങൾക്ക് അതിങ്കിലേ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങൾ എൻ്റെ പിള്ളേരുടെ കൂട്ടുകാരികളുണ്ട് 2 പിള്ളേർ. അവരെങ്കിൽ ഇവിടെ ആണെങ്കിലേ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ വന്നാൽ ഞങ്ങളിവിടെ. ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞു, ഇത് റൂറൽ ഏരിയ. അവർക്ക് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞാൽ അറിയാവോ? പിള്ളേരെ കാണാനില്ലേ നിങ്ങളുടെ കൂട്ടത്തിലേ? ഇല്ല ചേട്ടാ, എൻ്റെ പിള്ളേരുടെ കൂട്ടുകാരികൾ 2 പേരും മിസ്സിങ്ങാ. ആ, അങ്ങനെ അറിയിപ്പ് കിട്ടിയെങ്കിൽ അത് ഉള്ളത് തന്നെ ആയിരിക്കും. കാരണം ഇപ്പൊ ഇവിടെ ഒരു 5-6 മാസമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാ. ആ മല കണ്ടില്ലേ? ആ മലമുകളിൽ ഭയങ്കര കാടാ, ഉൾക്കാട്. ഞങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊക്കെ പോകും വിറകിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കണ്ട് അവിടെ കുറെ പിള്ളേരെ കൊണ്ടിട്ടേക്കുന്നത്. എന്നിട്ട് ആ പിള്ളേരെ പിന്നെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നതൊന്നും അറിയത്തില്ല. കുറെ പിള്ളേരെന്ന് പറഞ്ഞാൽ അത് 2-3 പിള്ളേര്. ആ മലമുകളിലാണെങ്കിൽ ഒരു ഗുഹയുണ്ട്. അവിടെ ആണെങ്കിൽ ഇപ്പോൾ ഒരാൾ കയറി താമസിക്കുന്നുണ്ട്. ഒരു മന്ത്രവാദിനിയാണെന്നാ ഞങ്ങൾക്കല്ല സംശയം. അവരാന്ന് തോന്നുന്നു അവിടുന്ന് ഇവിടുന്നൊക്കെ പിള്ളേരെ കൊണ്ടുവരുന്നത്. നിങ്ങൾ എന്തിനാ ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് ഇവിടെ വന്നത്? ഈ പിള്ളേരെ തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അറിയത്തില്ല. ആ മന്ത്രവാദിനിക്ക് എത്ര ശക്തിയാ ഉള്ളത്. ആ പിള്ളേരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരു വിഷമം കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. കാരണം ഈ പിള്ളേർക്കാണെങ്കിൽ ആ പിള്ളേർ എവിടെ ഉണ്ടെന്നുള്ളതിൻ്റെയൊക്കെ ഏകദേശം വിവരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. എന്നാ പിന്നെ അവരുടെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് കൂട്ടിക്കൂടായിരുന്നോ? അവർ അച്ഛനും അമ്മ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് തന്നെ ഒരാഴ്ച കൂടുതലായിട്ടത് ഒരു നടപടി കിട്ടിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചത്. അയ്യോ മോനൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കുടിലോട്ടൊന്ന് വാ. നിങ്ങൾ എല്ലാവരും കൂടെ വാ. കുടിക്കാനും കഴിക്കാനും ഒക്കെ എന്തെങ്കിലും തരാം. ഇത്ര ദൂരെ നിന്ന് വന്നല്ലേ നിങ്ങൾ? ഇവിടെ അടുത്താണെങ്കിൽ കടകളൊന്നും ഇല്ല. കടകൾ കാണണമെങ്കിൽ ദൂരെ പോകണം. ഇതാണോ ചേട്ടന്റെ കുടില്? ആ, ഇതാ എന്റെ കുടില്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ അങ്ങ് ദൂരെയാ. ചിക്കനൊന്നും ഇല്ല, മാവർച്ചയുണ്ട്. നല്ല മഴക്കോളുണ്ടല്ലോ. നല്ല ഇടിയുണ്ട്. പെട്ടെന്ന് നമുക്ക് അകത്തോട്ട് കയറാം. അയ്യോ, എന്തൊരു മഴയാന്നോ! എൻ്റെ വീട് വരെ എത്തുമെന്ന് തോന്നുന്നില്ല. മഴയത്ത് ഭയങ്കര നടക്കാൻ പാട്. നല്ല ഇടിയുണ്ട്. ഈ ഇങ്ങോട്ട് കയറിയിരിക്കാം. ശശിയുടെ വീട്ടിലോട്ട് കയറാൻ പെട്ടെന്ന്. അല്ല, ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ശശീന്ദ്രൻ എന്ന് വിളിക്കും എല്ലാവരും. ഇതെന്താ നിങ്ങൾ ഈ ഉൾവനത്തിലുള്ള ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് താമസിക്കാൻ കാരണം? ഞങ്ങൾ പണ്ട് തൊട്ടേ ഇവിടെ തന്നെ. എന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. മക്കള് പിന്നെ ജോലിയൊക്കെ കിട്ടി സിറ്റിയിലാണ് താമസം. തരാൻ മോനെ ഇപ്പൊ തരാം. എന്തോണ്ടിരിക്കുക? ആ, അതൊക്കെ എനിക്കറിയാം ഉണ്ടാക്കാൻ. അതൊക്കെ ഇപ്പൊ ഉണ്ടാക്കി തരാം. വെടി നല്ല ഇടി നടക്കുന്നുണ്ടല്ലോ. ആ, ഇതാര്? ദേവയാനി ചേച്ചിയോ? കൊടയൊക്കെ ആയിട്ട്. ഓ, എൻ്റെ ശശി, ഭയങ്കര മഴ ഇടി. എനിക്കെന്തൊരു നടക്കാൻ പോയി. ഞാൻ ഓർത്തുന്ന കുറച്ചു നേരം നിന്റെ വീട്ടിൽ ഇരുന്ന് മഴയും തോർന്നിട്ട് പോകാമെന്ന്. ആ, അതിനെന്താ ചേച്ചി കയറി ഇരിക്കും. ചായം കൂടെ കുടിച്ചിട്ട് പോവാം. ഇതാരാ നിനക്ക് പുതിയ അതിഥികളൊക്കെ? അത് ചേച്ചി ദൂരേന്ന് വന്നവരാ ഇവര്. അതൊക്കെ പിന്നെ പറയാൻ കാര്യങ്ങള്. ചേച്ചി എന്തായാലും ഇവിടെ ഇരിക്കും. ഈ നാട്ടിലുള്ളതാണോ ഈ ചേച്ചി? ഈ നാട്ടുകാരിയൊന്നും അല്ല. ഞാനിവിടെ വന്നിട്ട് ഒരു 7-8 മാസമായതേ ഉള്ളൂ. പാവം ദേവേന ചേച്ചിയുടെ മക്കളാണെങ്കിൽ ഉപേക്ഷിച്ച്. അപ്പോൾ പിന്നെ എങ്ങും ഒരു താമസിക്കാൻ സ്ഥലമില്ലാത്ത ചേച്ചി ഇവിടെ വലിഞ്ഞിരിക്കും വന്നതാ. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ തന്നെ നിന്നോ, ഞങ്ങൾ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തോളാന്ന്. അങ്ങനെ ചേച്ചിക്ക് ഞങ്ങളാണെങ്കിൽ ഒരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. ചേച്ചി അവിടെ താമസിക്കുന്നേ. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയില്ല. അത് തന്നെ നല്ല കാര്യം. ചേച്ചിക്ക് വീടെടുത്ത് കൊടുത്തെങ്കിലും ചേച്ചി വീട്ടിലൊന്നും കാണത്തൊന്നുമില്ല. ഞങ്ങൾ എപ്പോൾ ചെന്നാലും ചേച്ചി വീട്ടിലും കാണാനില്ല. ഞാൻ കാട്ടിലാണെങ്കിൽ വിറക് ഉറക്കാൻ പോകും. അവിടെ പോയി വിറകൊക്കെ ശേഖരിച്ചിട്ടാണെങ്കിൽ ഇവിടെ അടുത്തൊരു ചന്തയുണ്ട്, അവിടെ കൊണ്ടുവയ്ക്കും. അതാ എൻ്റെ ജോലി. നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യണം. അത് നല്ല കാര്യം തന്നെ. ആ, ഇത് വെന്തം തോന്നുന്നു. മോൻ എടുത്ത് കൊടുക്കട്ടെ കഴിക്കാൻ.
എനിക്ക് വേണ്ട മോളെ, ഞാനെങ്കിൽ കഴിച്ച് വയറ് നിറച്ച് കഴിച്ച് ചന്തേന്നെങ്കിൽ കുറച്ച് ചായ കുടിച്ചിട്ടാ വന്ന്. എന്നാ മോനെ കഴിക്ക്. കുറെ കൊച്ചു കുട്ടികൾ എന്തായാലും വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇവരെ എങ്ങനെയെങ്കിലും വലയിലാക്കി അങ്ങ് കൊണ്ടുപോകണം. മോനെ അമ്മണിക്ക് ഇണിക്കൂടെ ഒക്കെ കൊടുക്ക്. ഞാൻ കൊടുക്കത്തില്ല, ഉണ്ടാക്കിക്കോ. അത് പിള്ളേർക്ക് എന്റെ നൂഡിൽസ് തിന്നാൻ നോക്ക്. എനിക്ക് വിശക്കുന്നു. അയ്യോ മോള് വിഷമിക്കണ്ട, നിങ്ങൾക്ക് രണ്ടുമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വേറെ തരാം പാത്രത്തില്. എന്നാ മോളെ മോക്ക്, എന്നാ മോളെ മോക്കുള്ളത്. ഹായ്, താങ്ക് യു അങ്കിൾ. ശശി, ഞാനെന്നാ വീട്ടിൽ പോട്ടെ. ആ മഴ തോർന്ന് തോന്നല്ലേ ചേച്ചി. മോള് പറയായിരുന്നു നല്ല മാമനാന്നല്ലോ എന്ന്. ഓ നമ്മളിങ്ങനെയൊക്കെ തന്നെ ആരിവിടെ വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അത്ര തന്നെ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ പിള്ളേരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ 2-3 ദിവസം തങ്ങിയല്ലേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലങ്ങൾ ഒരുക്കി തരാം. ഞങ്ങളുടെ മേലെ പറമ്പിലാണെങ്കിലേ ഒരു ഒഴിഞ്ഞ വീട് കിടപ്പുണ്ട്, നിങ്ങൾ അങ്ങോട്ട് താമസം മാറ്റിക്കും. പിന്നെ ആഹാരം കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാം. സത്യം പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല കേട്ടോ. ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല. ഇത്ര നല്ല ആൾക്കാരുള്ള നാട്ടിൽ തന്നെ അതിന്റെ പിള്ളേരെ പിടിക്കുന്നവര്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ നാട്ടിലുള്ളവരൊന്നും അല്ല പിള്ളേരെ പിടിക്കുന്നത്. എവിടുന്നോ വന്ന ഒരു ദേവരംഗം അവരുടെ പേര്, അതൊരു മന്ത്രവാദിനി. അവർ ഈ ഇടയ്ക്ക് വന്നത് ഇവിടെ ആ മലമുകളിലെ. അവരാ ഈ പിള്ളേരെയൊക്കെ പിടിച്ചോണ്ട് വരുന്നത്. നമുക്ക് ഇതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല ഈ നാട്ടിലുള്ളവർക്ക്. എന്നാ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ അങ്ങോട്ടൊന്ന് കൊണ്ടാക്കുവോ വീട്ടോട്ട്? ഞങ്ങൾ കുറേ ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണമുണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നൊന്ന് ഉറങ്ങിക്കൊള്ളാന്നുണ്ട്. അല്ല അപ്പൊ നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ? അമ്മമാരൊന്നും കഴിച്ചില്ലല്ലോ. ഞങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അയ്യോ എന്ത് ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങൾക്കുള്ള ആഹാരം ഞാൻ തന്നു വിടാം, നിങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചോ. എന്നാ ആയിക്കോട്ടെ, എനിക്കും ചെറുതായിട്ട് വിശപ്പുണ്ട്. ചേട്ടനെന്നാ ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് തന്നു വിട്ടാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആൾവാസം കുറവാന്ന് തോന്നുന്നല്ലോ ഇവിടെ. പേടിക്കണ്ട ശാന്തേച്ചി, അയാൾ എന്തായാലും നല്ല ഫുൾ ഹെൽപ്പാണ്. എന്തായാലും നമ്മൾ എന്ത് ആവശ്യത്തിന് വിളിച്ചാൽ അയാൾ ഓടി വരും. ഇതാ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം. അയ്യോ മക്കളെ, ഈ നാട്ടിലൊക്കെ പറഞ്ഞ കറണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാ. ഇവിടെ ഒരിടോ കറണ്ട് ഇല്ല. നമ്മുടെ നാട്ടിൽ കറണ്ട് വന്നിട്ടില്ല. അങ്ങനെ വലിയ പുരോഗമനം ഒന്നും ഇല്ലാത്ത നാടാ. ഇവിടെ ആണെങ്കിൽ എല്ലാവരും ചിമ്മിനിയുടെ വെട്ടത്തിലാണ് താമസിക്കുന്നത്. ഇതിനകത്ത് ചിമ്മിനി വിളക്കുണ്ട്, ഞാൻ പിന്നെ 2 കൂടെ കൊണ്ടുതരാം. സന്ധ്യ ആയല്ലോ, 6 മണി കഴിഞ്ഞില്ലേ, സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. എന്നാ മക്കളെ അങ്ങോട്ട് കയറി, ഞാൻ ആദ്യം കയറാം. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിക്ക് ഞാൻ ചിമ്മിനി കത്തിക്കട്ടെ, ആദ്യം കയറി. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ശശി എന്ന് പറയുന്ന ആൾ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. അയാൾ അകത്ത് കയറി ചിമ്മിനിയൊക്കെ കത്തിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിട്ട് വീടിനകത്തൊന്ന് ഇറങ്ങിപ്പോയി. എന്ത് സഹായം എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടുമോനും കൂട്ടരും വീടിനകത്ത് കയറി ടെസ്റ്റ് എടുക്കാൻ തുടങ്ങി. അതിലെല്ലാവരും മുഖത്ത് ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും പേടിയുണ്ട് ഇവിടെ കണ്ടിട്ട്. പക്ഷെ പിന്നെ ആ പുള്ളിയുടെ ഒരു ഹെൽപ്പ് കാരണം എനിക്കിനി ഒരു ധൈര്യം. എനിക്കും അത് തന്നെ, ഞാനും അത് കൂളായിട്ടിരിക്കുന്നത്. ഇത്രയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളുണ്ടല്ലോ, അത് ഏത് രാത്രി വിളിച്ചാലും ആ പുള്ളി ഓടി വരാമെന്നല്ലേ പറഞ്ഞത്. ഓഹോ, അവനത് പേടിക്കാതെ ഉറങ്ങിയാൽ മതി, എനിക്ക് അത്രയേ ഉള്ളൂ.